ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ദൈവവചനം എന്ന ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ഇന്ന് രാത്രി നിങ്ങളുമായി ദൈവവചനം പങ്കിടുവാൻ വലിയവനായ ദൈവം അടിയന് തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം പറയുന്നു. വിശേഷാൽ എന്നെ ഇതിന് ക്ഷണിച്ച കർത്താവിൽ എൻ്റെ പ്രിയ സഹോദരൻ ജിബിൻ ബദറിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ കുടുംബത്തിനായി പ്രിയമാതാവിനായി സഹോദരനായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ കൂടെ ഈ ആത്മീയ പ്രവർത്തനത്തിന് കൈത്താങ്ങാൻ നിൽക്കുന്ന എല്ലാ സഹോദരന്മാരെയും വിശേഷാൽ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് അനേകരെ നേടുവാൻ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം അനേകരിലേക്ക് എത്തിക്കുവാൻ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ഗ്രൂപ്പ് അത് നിമിത്തമായി തീരട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ വലിയ ശക്തികൾ ഈ ഗ്രൂപ്പിലൂടെ ദൈവത്തിൻ്റെ ഈ ആത്മാവ് അനേകരിലേക്ക് കൈമാറട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റങ്ങളെ ഉണ്ടാക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്തിന് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിന് മാനസാന്തരം ഹല്ലേലൂയ കൊണ്ടുവരുവാൻ കഴിയും. ദൈവവചനത്തിന് സൗഖ്യം നൽകുവാൻ കഴിയും. ഇന്ന് രാത്രിയിൽ ഈ വചനത്തിൻ്റെ ശക്തി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെ മേലും വ്യാപരിക്കട്ടെ എന്ന് ഈ സമയം ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. മുമ്പേ നിങ്ങൾക്ക് അറിവ് ലഭിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇവിടെ അനുഗമിക്കുക എന്നുള്ളതാണ്. അനുഗമിക്കുക എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് രാത്രി നിങ്ങളുമായി അല്പസമയം ദൈവത്തിൻ്റെ വചനം കൈമാറുവാൻ ആത്മാവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തെക്കുറിച്ച് ആധികാരികമായ പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഉൾപ്പെടുത്തി തന്ന ഒരു ചിന്തയാണ് ദൈവത്തെ അനുഗമിക്കുക എന്നുള്ളത്. ഇന്ന് രാത്രിയിലെ ആ ചിന്തയ്ക്ക് ആധാരമായിക്കൊണ്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23-ാമത് വാക്യം ആ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഞാൻ വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23-ാമത് വാക്യം. ആ വചനം ഇങ്ങനെയാണ്: പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ലൂക്കോസ് എഴുതിയ മനോഹരമായ ഒരു സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 23-ാമത് വേദഭാഗമാണ് ഇപ്പോൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം പുതിയ നിയമത്തിലെ സമവീക്ഷണ സുവിശേഷങ്ങളിൽ 3-ാമത്തെ സുവിശേഷമാണ്. അത് എഴുതപ്പെട്ടത് തെയോഫിലോസിനാണെന്ന് ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ മറ്റുള്ള സുവിശേഷകന്മാരിൽ നിന്ന് വ്യത്യസ്തനായിക്കൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം എഴുതുന്നത്. അതിന്റെ കാര്യം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, സകലതും സൂക്ഷ്മതയോടെ പരിശോധിച്ചിട്ടാണ് എഴുതുന്നത്. കാരണം ലൂക്കോസ് ഒരു ദൃക്സാക്ഷി അല്ല, മറിച്ച് പൗലോസിന്റെ കൂടെയും മർക്കോസിന്റെ കൂടെയും ഒക്കെ ശുശ്രൂഷയിൽ സഹായിയായിരുന്ന ലൂക്കോസ് അവർ പറഞ്ഞതും അവരിൽ ലഭിച്ചതും മറ്റുള്ളവർ പറഞ്ഞതുമായ കഥകളൊക്കെ വെച്ച് അതിനകത്തുനിന്ന് സൂക്ഷ്മമായി പഠിച്ച് ബോധ്യപ്പെട്ട് തനിക്ക് 100% ഷുഗറുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി പരിശോധിച്ച് അവർ രേഖപ്പെടുത്തിയ സുവിശേഷമാണ് ലൂക്കോസിന്റെ സുവിശേഷം. ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു എന്ന് നമുക്ക് വചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളും ഫിലോമോൻ എഴുതിയ ലേഖനത്തിലുമൊക്കെ പൗലോസിനെ മർക്കോസിന്റെ പേരിനോട് കൂടെ ചേർത്ത് അപ്പോസ്തലനായ പൗലോസ് അഭിസംബോധന ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൗലോസിന്റെ കൂടെ കാരാഗൃഹത്തിലും ലൂക്കോസ് ഉണ്ടായിരുന്നുവെന്ന് തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അവൻ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷമാണ് ലൂക്കോസിന്റെ സുവിശേഷം. ഞാൻ പറഞ്ഞു, ഇത് തെയോഫിലോസിന് എഴുതപ്പെട്ട സുവിശേഷമാണ് ലൂക്കോസിന്റെ സുവിശേഷം. തെയോഫിലോസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തെ സ്നേഹിക്കുന്നവൻ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്നുള്ളതാണ്. വേദപണ്ഡിതന്മാർ ആ വാക്കിന്റെ അർത്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർ പറയുന്നുണ്ട്, അവൻ ഈ ലൂക്കോസിന്റെ സുവിശേഷം തെയോഫിലോസിനാണ് എഴുതിയത് എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി കൂടെ എഴുതിയതാണ്, അവർക്കും വേണ്ടിയുടെ
എഴുതിയതാണ് ഈ സുവിശേഷം എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അത് തെറ്റില്ല. കാരണം യേശു കർത്താവിന്റെ മനുഷ്യത്വം ഒരു മാതൃകാ മനുഷ്യനായി ലൂക്കോസ് തന്റെ സുവിശേഷത്തിലൂടെ നാം കാണിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം യേശു കർത്താവിനെ രാജാവായിട്ടും, മർക്കോസിന്റെ സുവിശേഷം യേശു കർത്താവിനെ ദാസനായിട്ടും, ലൂക്കോസിന്റെ സുവിശേഷം യേശു കർത്താവിനെ ഒരു മാതൃകാ പുരുഷനായിട്ടും നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നു. യോഹന്നാന്റെ സുവിശേഷം യേശു കർത്താവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തി നമ്മുടെ മുമ്പിൽ കാട്ടുകയാണ്. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഈ സുവിശേഷം എഴുതപ്പെട്ടു എന്ന് കാണുമ്പോൾ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു ദൈവഭക്തൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് യേശു കർത്താവിന്റെ ജീവിതത്തിലൂടെ, യേശു കർത്താവിന്റെ ജീവിതത്തിൽ കണ്ട കാര്യങ്ങൾ ലൂക്കോസ് നമ്മോട് അറിയിക്കുകയാണ്. അപ്പോൾ യേശു കർത്താവിനെ ഒരു മാതൃകാ പുരുഷനായി, അങ്ങനെയെങ്കിൽ അല്ല എങ്കിൽ യേശു കർത്താവ് ഒരു മനുഷ്യനായി ഈ ഭൂമി എങ്ങനെ ജീവിച്ചു, പിതാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, പിതാവിന്റെ ഹിതമനുസരിച്ച് എങ്ങനെ ജീവിച്ചു എന്നതൊക്കെ നമുക്ക് അനുകരിക്കാൻ തക്ക നിലവാരത്തിൽ, നമുക്ക് ഫോളോ ചെയ്യാൻ തക്ക നിലവാരത്തിൽ, നമുക്ക് കണ്ട് പഠിക്കത്തക്ക നിലവാരത്തിൽ യേശു എന്ന മാതൃകാ പുരുഷനെ ലൂക്കോസ് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുകയാണ്. അങ്ങനെയെങ്കിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷം നിങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ പഠിക്കുമ്പോൾ അറിവ് നേടുന്നതിനേക്കാൾ ഉപരിയായി യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെയാണ് താൻ ജീവിച്ചത് എന്നുള്ള മാതൃക പഠിക്കുവാൻ, അത് ഗ്രഹിക്കുവാൻ, അതിനെ അനുഗമിക്കുവാൻ നിങ്ങൾക്ക് അത് സാധ്യമായി തീരണം. അറിവ് നേടുന്നതിനേക്കാൾ ആ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നാം അത് അപ്ലൈ ചെയ്യുന്നവരായി, അതിനെ ഫോളോ ചെയ്യുന്നവരായി, അതുപോലെ ജീവിക്കാൻ നാം പ്രയത്നിക്കുന്നവരായി തീരേണ്ടത് ആവശ്യമാണ്. ഈ ലൂക്കോസ് സുവിശേഷത്തിലെ അതിപ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ന് രാത്രിയിൽ നാം വായിച്ച് കേട്ടത്. അനുഗമിക്കുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ന് ആർക്കും അറിയാൻ മേലാത്തൊരു പദമല്ല. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഫോളോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മറ്റുള്ള പല മാധ്യമങ്ങളിൽ, പല മീഡിയകളിൽ നമുക്കത് അറിയാൻ കഴിയും. ലോകരെല്ലാവരും അല്ലെങ്കിൽ ഇന്നത്തെ ജനസമൂഹമൊക്കെ അറിഞ്ഞും അറിയാതെ ഒക്കെ ഫോളോ ചെയ്യുന്ന, ഓരോരുത്തരെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അനുഗമിക്കുന്ന ആൾക്കാരാണ്. ഹല്ലേലൂയ. ഒരു പക്ഷം അല്ലെങ്കിൽ ഒരു ജനസമൂഹം മുഴുവനും അഭിനയിക്കുന്നവരെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. ആരെയാണ്? അഭിനയിക്കുന്നവരെ ഫോളോ ചെയ്യുന്നവരാണ്. അപൂർണനായ മനുഷ്യരെ അവർ ഫോളോ ചെയ്യുക. ഇവർ ഫോളോ ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ, അവർ അനുഗമിക്കുന്ന വ്യക്തിത്വങ്ങൾ, ഈ അനുഗമിക്കുന്നവരെ പോലെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ജയത്തിനും പരാജയത്തിനും മരണത്തിനും കീഴടങ്ങേണ്ടവരാണ് എന്ന സത്യവും നാം മറന്നു പോകരുത്. എന്നാൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആത്മാവിനെ കൈമാറട്ടെ. നാം അനുഗമിക്കുന്ന വ്യക്തി, നാം അനുഗമിക്കുന്ന ഈ ദൈവം അഭിനയിച്ചയാളല്ല, നമ്മളെ പോലെ ഒരാളല്ല, അപൂർണനായ ഒരു വ്യക്തിത്വമല്ല. അഭിനയിച്ചവനേക്കാൾ നമുക്ക് വേണ്ടി അനുഭവിച്ചവനെയാണ് നാം ഫോളോ ചെയ്യുന്നത്. അപൂർണനായ മനുഷ്യനെ ഒരുപറ്റം ജനസമൂഹം ഫോളോ ചെയ്യുമ്പോൾ ഇന്ന് രാത്രി നാം അറിഞ്ഞിരിക്കുക, നമ്മൾ പൂർണ്ണതയുള്ള ഒരുവനെയാണ് അനുഗമിക്കുന്നത്. നമ്മൾ മനുഷ്യനെ ഫോളോ ചെയ്യുമ്പോൾ ഒരു സമൂഹം മുഴുവനും ഇന്നല്ലെങ്കിൽ നാളെ മരണത്തിന് കീഴടങ്ങുന്ന അല്ലെങ്കിൽ മരണത്തിന് അധീനരായി തീരുന്ന ഒരാളെ അനുഗമിക്കുമ്പോൾ, ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റവനെയാണ് നാം അനുഗമിക്കുന്നത്. ഒന്നും കൂടെ പറഞ്ഞാൽ, പരാജയപ്പെട്ടവനെ അല്ല, തോറ്റുപോയവനെ അല്ല ഇന്ന് രാത്രിയിൽ നാം അനുഗമിക്കുന്നത് എന്നൊരു സത്യം നിങ്ങൾ മറന്നു പോകരുത്. ഇന്ന് രാത്രിയിൽ ആ ധൈര്യം നമ്മുടെ നടുവിൽ ഉണ്ടാവട്ടെ, നിങ്ങളെ ഉള്ളിൽ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 9-ാം അധ്യായം 23-ാമത് വേദഭാഗം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾത്തോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇന്ന് രാത്രിയിൽ അല്പസമയ ചിന്തയ്ക്കാകിട്ട് ഈ വേദഭാഗത്തെ മൂന്നാകിട്ട് അവൻ തിരിക്കാൻ, മൂന്നാകിട്ട് ഒന്ന് നിങ്ങൾക്ക് അറിവിന് വേണ്ടിയിട്ട്, ഈ പ്രഭാഷണത്തിന് അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ മൂന്നാകിട്ട് തരംതിരിക്കുന്നു. യേശു കർത്താവ് പറയുമ്പോൾ അവിടെ പറയുന്നത്, ഒന്നാമത്തെ ഭാഗം,
അവൻ എല്ലാവരോടും പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഹല്ലേലൂയ, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ നിഷേധിക്കണം. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഹല്ലേലൂയ, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോ ഒന്ന്, അവൻ എല്ലാവരോടും പറഞ്ഞു. രണ്ട്, തന്നെത്താൻ എന്ത് ചെയ്യണം? ത്യജിക്കണം. മൂന്നാമത്തെ കാര്യം, തന്റെ ക്രൂശ് എടുത്ത് എന്ത് ചെയ്യണം? എന്നെ അനുഗമിക്കണം എന്ന് യേശു കർത്താവ് പറയുന്നു. അതിൽ ഒന്നാമത്തെ ഭാഗം ഇങ്ങനെയാണ്, അവൻ എല്ലാവരോടുമായി പറഞ്ഞത്. യേശു കർത്താവിന്റെ പരശുശ്രൂഷ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് താൻ ഫിലിപ്പിന്റെ കൈസരിൽ എത്തിയെന്ന മത്തായി സുവിശേഷം 16 അധ്യായത്തിൽ ഇതേ ഭാഗം താൻ വിവരിക്കുന്നുണ്ട്. അവിടെ ഫിലിപ്പിന്റെ കൈസരിയിൽ യേശു കർത്താവ് എത്തി എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവിന്റെ പരശുശ്രൂഷ കാലഘട്ടങ്ങളിൽ തന്റെ അടുക്കൽ വന്ന രോഗികളെ സൗഖ്യമാക്കി അത്ഭുത ശുശ്രൂഷകളൊക്കെ ചെയ്തു പോകുന്ന സമയത്ത് തന്റെ ശിഷ്യന്മാരുമായി യാത്ര ചെയ്ത് അവരോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച്, അതിനു മുമ്പ് അത്ഭുത പ്രവൃത്തികൾ, വീര്യപ്രവൃത്തികളൊക്കെ ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷമാണ് തന്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരോട് യേശു കർത്താവ് ഈ വചനം പറഞ്ഞത്, എല്ലാവരോടും പറഞ്ഞത്. അപ്പോ എല്ലാവരോടും പറഞ്ഞത് എന്ന് എടുത്തു പറഞ്ഞതിന്റെ കാര്യം, അതിന്റെ 9-ാം അധ്യായം 20 അല്ലെങ്കിൽ 19 മുതൽ അല്ലെങ്കിൽ 18 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ, അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ആ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, പുരുഷാരം എന്നെ കുറിച്ച് ആർ എന്ന് പറയുന്നു. ഈ ചോദ്യം ചോദിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കുന്ന സാഹചര്യം ഒന്ന് ഇന്ന് രാത്രി ഞാൻ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, യേശു കർത്താവ് ഹല്ലേലൂയ ഫിലിപ്പിന്റെ കൈസരിയിൽ നിന്നുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഹല്ലേലൂയ, ഫിലിപ്പിന്റെ കൈസരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ബാലിന്റെ ക്ഷേത്രങ്ങളും റോമൻ കൈസറെ ദൈവമായി കണ്ട് അവനെ ആരാധിക്കുന്ന ഒരു ജനസമൂഹം, ജാതികൾ ഹല്ലേലൂയ തിങ്ങിപ്പാർക്കുന്ന ഫിലിപ്പിന്റെ കൈസരിയിൽ. ഇത് ഗലീല കടലിൽ നിന്ന് ഏകദേശം 25 മൈൽ ദൂരം മാറി വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ ഫിലിപ്പിന്റെ കൈസരിയ യഹൂദന്മാരുടെ കീഴിലല്ലായിരുന്നു. അവിടെ പ്രകൃതിയുടെ ദേവനായിരുന്ന പാനിയാസിനെ സേവിക്കുന്ന, ആരാധിക്കുന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഹല്ലേലൂയ കൈസർ ഹെരോദ രാജാവിന് ഒരു രാജ്യം കൂടി അവകാശമായി കൊടുത്തപ്പോൾ ഹല്ലേലൂയ അതിന് സ്മരണയായി ഹെരോദ രാജാവ് ഹല്ലേലൂയ റോമ കൈസരുടെ പേരിൽ അവിടെ ഒരു ക്ഷേത്രം പണിതു. അങ്ങനെ റോമ കൈസരുടെ പേരിൽ ക്ഷേത്രം നിലനിൽക്കുന്നതും ബാൽ ദേവന്റെ ഏകദേശം 14 ക്ഷേത്രങ്ങളോളം സ്ഥിതി ചെയ്യുന്നതും ഭരണാധികാരികളെ ആരാധിക്കുന്നതുമായിട്ടുള്ള ജനസമൂഹം തിങ്ങിപ്പാർക്കുന്ന ദേശത്ത് നിന്നുകൊണ്ട് അതിപ്രധാനമായിട്ടുള്ള ഈ ചോദ്യം യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു. ജനസമൂഹം, ഈ പുരുഷാരം എന്നെ ആർ എന്ന് പറഞ്ഞു. അവന്റെ ശിഷ്യന്മാർ പറയുന്ന മറുപടി, നീ രമ്യാവെന്നും യോഹന്നാൻ സ്നാപകനെന്നും ഏലിയാവെന്നും ഹല്ലേലൂയ പ്രവാചകന്മാരിൽ ഒരുത്തനെന്നും എന്ന് പുരുഷൻ പറയുന്നു എന്ന് യേശു കർത്താവിന്റെ ചോദ്യത്തിന് ശിഷ്യന്മാർ മറുപടി പറയുന്നു. ആ മറുപടി ഹല്ലേലൂയ ഇങ്ങനെ നാനാവിധമായിട്ടുള്ള അഭിപ്രായങ്ങൾ, ജനത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം യേശു കർത്താവ് തന്റെ കൂടെ നിന്ന ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. ജനസമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ അവിടെ നിൽക്കട്ടെ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? ഈ ചോദ്യം കേട്ട ഉടനെ പത്രോസ് ഹല്ലേലൂയ മത്തായി സുവിശേഷത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ അത് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു. ഇവിടെ ലൂക്കോസ് സുവിശേഷത്തില് ഹല്ലേലൂയ കാണുന്നു, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, ദൈവത്തിന്റെ ക്രിസ്തു എന്ന് പത്രോസ് യേശുവിന്റെ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നു. ഹല്ലേലൂയ. യേശു പറയുന്ന മറുപടി, ബർനബാ ശിമോനെ, അവൻ ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ. അവൻ ഈ വെളിപ്പാട്, യേശു ആരാണെന്നുള്ള ഈ അറിവ് പത്രോസിന് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശു പറയുക, പത്രോസ്, ജഡരക്തങ്ങൾ അല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്, പിതാവായ ദൈവമാ. ഇത് കേട്ടു നിന്ന ശിഷ്യന്മാർക്കും യേശു ആരാണെന്നുള്ള വെളിപ്പാട്
അവർക്കും അറിവിലൂടെ അത് ലഭിക്കാനിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വെളിപ്പാട് യേശു ആരാണെന്നുള്ള അറിവ് ലഭിച്ചു നിൽക്കുമ്പോൾ, ആ അറിവ് ലഭിച്ച, ആ വെളിപ്പാട് ലഭിച്ച എല്ലാവരോടും യേശു കർത്താവ് പറയുന്നതാണ്, എന്നെ അനുഗമിക്കുന്നവർ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന്. അപ്പോ ഒരു വ്യക്തി യേശുവിനെ അനുഗമിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നാം അനുഗമിക്കണമെങ്കിൽ, ഫോളോ ചെയ്യണമെങ്കിൽ, ഒന്ന്, നമുക്ക് ആ അനുഗമിക്കുന്ന വ്യക്തിയെ കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം. അറിവില്ലാതെ നമുക്ക് അനുഗമിക്കുവാൻ കഴിയത്തില്ല. അറിവുണ്ടെങ്കിൽ, യഥാർത്ഥമായിട്ടുള്ള അറിവ്, ഒരു ബോധ്യം, ആരെ ഫോളോ ചെയ്യുന്നു, ആരെ അനുഗമിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് ഒരു അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ അനുഗമിക്കുന്ന അതിന് പൂർണ്ണതയുണ്ടാകത്തുള്ളൂ. ഈ അറിവ് നമ്മളിലേക്ക് വരുമ്പോഴാണ് ആരെയാണ് യഥാർത്ഥമായി ഫോളോ ചെയ്യേണ്ടത് എന്നൊരു ബോധ്യം കൂടെ നമുക്ക് വരിക. അപ്പോൾ ഈ ചോദ്യം, ഈ അനുഗമിക്കുക എന്ന് പറയുന്ന ഈ പദം യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുമ്പോൾ, ശിഷ്യന്മാർക്ക് യേശു ആരാണെന്നുള്ള വെളിപ്പാട് അവർ പ്രാപിച്ചു നിൽക്കുകയാണ്. ഇന്ന് രാത്രി ഇന്ന് കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, പുസ്തകങ്ങളിൽ നിന്ന്, ഹല്ലേലൂയ, മറ്റു കാര്യങ്ങളിൽ നിന്ന് നമുക്ക് യേശു കർത്താവിനെ കുറിച്ചുള്ള അറിവ് നേടുന്നതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് വേണ്ടത് യേശു കർത്താവിനെ കുറിച്ചുള്ള അറിവ് ഒരു വെളിപ്പാടായി നമ്മുടെ അകത്ത് കയറണം. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ അനേകർക്കും ദൈവസന്നിധിയിൽ ഭയമില്ലാത്തത്, ഒരു തെറ്റ് ചെയ്തു, അത് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു, അത് ദൈവം ക്ഷമിച്ചു, ഹല്ലേലൂയ, വീണ്ടും അതിലേക്ക് പോകാൻ കാര്യം, ഹല്ലേലൂയ, സ്നാനപ്പെട്ടതിനും ദൈവത്തിലാണെന്ന് സമൂഹം അറിയത്തക്ക നിലവാരത്തിൽ ജീവിതം നയിക്കുന്നുണ്ട് എങ്കിലും പിന്നീട് അവ തെറ്റിലേക്ക് അകപ്പെട്ടു പോകുന്നതിന്റെ കാര്യം യേശു കർത്താവിനെ കുറിച്ചുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളിൽ വ്യാപരിക്കുന്നുള്ളൂ. ഈ അറിവ് ഭയത്തെ ഉളവാക്കുന്നില്ല. ഈ അറിവ് യഥാർത്ഥമായി ഉള്ള ഒരു വിശ്വാസം, യഥാർത്ഥമായി ഒരു വ്യക്തി ഹല്ലേലൂയ അവനെ അനുഗമിക്കേണ്ട രീതിയിൽ അനുഗമിക്കാൻ കഴിയാതെ പോകുന്നു. ഇന്ന് രാത്രിയിൽ ചുരുക്കമായി ഞാൻ പറയട്ടെ, യേശു നമ്മളെ സ്നേഹിക്കുന്നു. അവന്റെ ക്ഷമ, ഹല്ലേലൂയ, അവന്റെ ദയ, അവന്റെ വിശ്വസ്തത, അവൻ മേഘങ്ങളോളം വലുതാണ്. ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്. പക്ഷേ അതേ സമയത്തും ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, തെറ്റിന് അവൻ ശിക്ഷ വിധിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രി നീ തിരിച്ചറിയണം. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് രാത്രി വിചാരിക്കും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അവൻ ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കുന്നുണ്ട്, ചിലപ്പോഴൊക്കെ പ്രാർത്ഥിച്ചില്ലെങ്കിലും എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കുന്നില്ല. സ്നേഹിത, അത് ഹല്ലേലൂയ അങ്ങനെ മുമ്പോട്ട് പോയാൽ കുഴപ്പമില്ല എന്ന് നീ ചിന്തിക്കരുത്. ഹല്ലേലൂയ, അപ്പോഴും നീ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴും വചനം ധ്യാനിക്കാതിരിക്കുമ്പോഴും നീ ഓരോ തെറ്റിലേക്ക് അകപ്പെട്ടു പോകുമ്പോഴും അവൻ വീണ്ടും ക്ഷമിച്ച് ദൈവം തന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ദൈവത്തിന്റെ വിശ്വസ്തതയാ. അതുകൊണ്ട് വചനം പറയുകയാണ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹല്ലേലൂയ ദയ, ദൈവത്തിന്റെ വിശ്വസ്തത നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ അവന്റെ ദയ, ദീർഘക്ഷമ എന്നിവയുടെ ഐശ്വര്യത്തെ നീ കെടുത്തിക്കളയരുത് എന്ന് വചനം ശക്തമായി പറയുന്നുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു അറിവല്ല നമുക്ക് വേണ്ടത്. അറിവിനേക്കാൾ ഉപരി യേശു ക്രിസ്തു ആരാണെന്ന് ഹല്ലേലൂയ പത്രോസിന് വെളിപ്പാടായി ലഭിച്ചതുപോലെ, അവൻ പിതാവായ ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ, ഇന്ന് രാത്രി യേശുവിനെ കുറിച്ചുള്ള യഥാർത്ഥ അറിവ് ഒരു വെളിപ്പാടായി നമ്മുടെ അകത്ത് കയറട്ടെ. ഹല്ലേലൂയ, അനുഗമിക്കുന്ന വ്യക്തിയെ കുറിച്ചുള്ള അറിവ് ഒരു വെളിപ്പാടായി ഇന്ന് രാത്രി നമ്മുടെ അകത്ത് കയറുമ്പോൾ മറ്റെന്തിനേക്കാളും ആ വ്യക്തിയെ അനുഗമിക്കുവാൻ, അവനെ ഫോളോ ചെയ്യുവാൻ ഹല്ലേലൂയ ഒരു വല്ലാത്ത ധൈര്യം നമ്മുടെ അകത്ത് വ്യാപരിക്കും. ഹല്ലേലൂയ, വല്ലാത്തൊരു സാന്നിധ്യം നമ്മുടെ അകത്ത് വ്യാപരിക്കും. മറ്റ് എത്ര പ്രലോഭനങ്ങൾ വന്നാലും, മറ്റെത്ര പ്രതിസന്ധികൾ വന്നാലും
അതിനകത്ത് നാം വീണു പോകത്തില്ല, അതിനകത്ത് നാം പരാജയപ്പെട്ടു പോകത്തില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അകത്ത് കയറി കഴിയുമ്പോൾ ഈ ലോകത്തിൽ ഒന്നിനും നമ്മളെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ആത്മാവയം കൈമാറട്ടെ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ അറിവ്, അവൻ ആരാണെന്നുള്ളത് അല്ലെങ്കിൽ ഇന്ന് രാത്രി പിതാവായ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. അനുഭവത്തിനകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥനാ മുറിക്കകത്ത് നിന്നുകൊണ്ട് യേശു ക്രിസ്തു ആരാണെന്ന് യഥാർത്ഥമായി പറയത്തക്ക നിലവാരത്തിൽ ഒരു മഹത്വം ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ഒരു വെളിപ്പാടായി നമ്മുടെ അകത്തെ കയറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ അറിവ് ഒരു വെളിപ്പാടായി തന്റെ ശിഷ്യന്മാർക്ക് ലഭിച്ചു നിൽക്കുമ്പോൾ അവൻ എല്ലാവരോടും പറഞ്ഞത് ആര്? യേശു ക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാട് ലഭിച്ച എല്ലാവരോടും, യേശു ക്രിസ്തു ആരാണെന്ന് അവരുടെ കൃത്യമായി മനസ്സിലാക്കിയ തന്റെ ശിഷ്യന്മാരായ എല്ലാവരോടും അവൻ പറയുകയാണ്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ ഹല്ലേലൂയ തന്നെത്താൻ നിഷേധിക്കണം. അപ്പോ ഒരു വ്യക്തിയെ അനുഗമിക്കാൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടത് തന്നെത്താൻ ത്യജിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. സകലതും വിട്ട് ഹല്ലേലൂയ യേശു കർത്താവിനെ അനുഗമിച്ച വ്യക്തിത്വങ്ങളെ കുറിച്ച് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അനുഗമിക്കുവാൻ യേശു കർത്താവ് പറയുന്ന ഒന്നാമത്തെ കണ്ടീഷൻ തന്നെത്താൻ ത്യജിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി സമയത്തിന് പരിമിതിക്കൊണ്ട് അതിനകത്ത് അധികം വിശദീകരണം കൊടുക്കാതെ ഒറ്റ വാക്കിൽ ഞാൻ അങ്ങനെ ചോദിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ എന്ന ഭാവം നമ്മളിൽ നിന്ന് എടുത്തു മാറിയിട്ട്, ഞാനെന്നുള്ള ആ ഒരു മനോഭാവം നമ്മളിൽ നിന്ന് മാറിയിട്ട്, പിതാവേ എന്നെ മരിപ്പിച്ചിട്ട് എന്റെ ഹല്ലേലൂയ ഇഷ്ടത്തെക്കാൾ, എന്റെ ഹിതത്തെക്കാൾ പിതാവേ അങ്ങയുടെ ഹിതം എന്റെ മേൽ വെളിപ്പെടുവാനാകണമെന്ന്, ഹല്ലേലൂയ അങ്ങയുടെ ഇഷ്ടം എന്റെ മേൽ നിറവേറുവാനാകണമെന്ന് പറഞ്ഞ് പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അനുഗമിക്കുവാൻ സകലതും വിട്ട് അനുഗമിച്ച രണ്ട് ശിഷ്യന്മാരെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷങ്ങളിൽ നമുക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ അപ്പൊ സുവിശേഷങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തെ വ്യക്തി യേശു കർത്താവ് ശുശ്രൂഷ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ചുങ്കൻ പിരിക്കുന്ന ഹല്ലേലൂയ മത്തായിയെ ഹല്ലേലൂയ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞപ്പോൾ സകലതും വിട്ട് അനുഗമിച്ച മത്തായിയെ നമുക്ക് സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 27 മുതൽ 29 വരെയുള്ള ഭേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം എന്റെ മറ്റു പല പ്രഭാഷണങ്ങളിൽ ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇന്ന് രാത്രി ഇവിടെ അനുയോജ്യമായതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. അവിടെ ചുങ്കസ്ഥലത്തിരുന്നു കൊണ്ട് മത്തായി ഹല്ലേലൂയ ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുകയാ. യേശു കടന്നു പോകുമ്പോൾ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവിടെ പറയുന്നത് ഹല്ലേലൂയ തന്റെ ആ ഹല്ലേലൂയ സകല പ്രവൃത്തികളും വിട്ട് യേശു കർത്താവിന്റെ വാക്കിന് പിന്നാലെ മത്തായി പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ സകലതും വിട്ട് അനുഗമിച്ചു കഴിയുമ്പോ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിനു പിന്നിൽ, അതിനു മുമ്പ് അല്ലെങ്കിൽ അതുവരെ തന്റെ ജീവിതത്തിൽ എങ്ങനെയാണോ ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയത്, തന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രവൃത്തികളാണോ ഹല്ലേലൂയ താൻ ചെയ്തു വന്നത്, അതിനെയൊക്കെ ഉപേക്ഷിച്ച് സകലതും വിട്ട് അവനെ അനുഗമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സകലതും വിട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മനോഭാവത്തിന്റെ ആദ്യത്തെ വ്യത്യാസം, ഒന്നാമത്തെ വ്യത്യാസം അവന്റെ ജീവിതത്തിൽ മാനസാന്തരം സംഭവിക്കുക എന്നുള്ളതാ. അവന്റെ അന്തരത്തിനകത്ത്, ഹൃദയത്തിനകത്ത് ഒരു വ്യത്യാസം സംഭവിക്കുക എന്നുള്ളതാ. ഇവിടെ മത്തായിയുടെ മനോഭാവത്തിനകത്ത്, മത്തായിയുടെ ഹൃദയത്തിനകത്ത് വ്യത്യാസം സംഭവിച്ചു. ആ വ്യത്യാസം അവന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ 27-ാമത്തെ വാക്യം മുതൽ 5:27 മുതൽ താഴോട്ടുള്ള ഭേദഭാഗങ്ങൾ വായിക്കുമ്പോൾ തന്റെ വീട്ടിൽ അനുഗമിക്കുക എന്നുള്ള വാക്കിന് ശേഷം തന്റെ വീട്ടിൽ ഒരു വലിയ വിരുന്ന് നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ വിരുന്ന് നടത്തുമ്പോൾ
മൂന്ന് കാര്യങ്ങൾ അവിടെ അല്ലെങ്കിൽ പ്രസിദ്ധമാണ്. മൂന്ന് കാര്യങ്ങൾ വേഗത്തെ ഞാൻ പറഞ്ഞു പോകട്ടെ. ഒന്ന്, തന്റെ ആത്മീയ ജന്മദിനമാണ്. നമുക്ക് ഒരുപാട് ആഘോഷങ്ങൾ, ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, ഇത്ര വർഷം ശുശ്രൂഷയിൽ ഇത്ര വർഷം തികഞ്ഞതിന്റെ സന്തോഷമൊക്കെ നമ്മൾ ആഘോഷിക്കുന്നവരാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് ശരിയെന്നോ തെറ്റെന്നോ എന്ന് ഞാൻ ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ആത്മീയ ജന്മദിനമാണ് മത്തായി അവിടെ ആ വരുന്നതിലൂടെ മറ്റേതിനേക്കാളും ഉപരി ദൈവത്തെ അറിഞ്ഞതിനേക്കാൾ വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിലില്ലല്ലോ. ദൈവത്തെ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. അങ്ങനെയെങ്കിൽ മത്തായി ഇവിടെ തന്റെ ജീവിതത്തിൽ അനുഭവിച്ച യേശുവിനെ കണ്ടതിന് സന്തോഷം തൻ വീട്ടിൽ പങ്കിടുകയാണ്. ആ സന്തോഷത്തിനകത്ത്, ആ വിരുന്നിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, താൻ ആ വിരുന്ന് അവിടെ ക്രമീകരിക്കപ്പെടുമ്പോൾ ഒന്നാമത് സംഭവിക്കുന്ന കാര്യം, തന്നെ ഇതുവരെ ആ ദേശത്ത് മറ്റുള്ളത് അറിയപ്പെട്ടത് ചുങ്കം പിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വിരുന്നിലൂടെ താൻ തുറന്ന ഒരു സാക്ഷ്യം മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയാണ്. ഇന്നലെ വരെ ഞാൻ ചുങ്കം പിരിക്കുന്ന വ്യക്തിയായിരുന്നു, പക്ഷേ ഇന്നു മുതൽ ഞാൻ അതല്ല, യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിത്വമായി ഞാൻ മാറിയിരിക്കുകയാണ്. അപ്പോ ഇവിടെ ഈ വിരുന്നിലൂടെ മത്തായി അവൻ തന്റെ ദേശത്തോട്, താൻ പാർക്കുന്ന ദേശത്തോട് ഒരു തുറന്ന സാക്ഷ്യം താൻ പറയുകയാണ്. ഇന്നലെ വരെ ഞാൻ ഇന്നതായിരുന്നു, പക്ഷെ ഇന്നു മുതൽ ഞാൻ യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആത്മാവ് ഞാൻ കൈമാറട്ടെ. അവൻ ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടത് ഒരു തുറന്ന സാക്ഷ്യമാണ്. ഇന്നലെ ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടു നടന്നത്, ഇന്നലെ വരെ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത്, ഇന്ന് മുതൽ ഞാൻ അവളെ നിർത്തുകയാ, ഞാൻ ഒരുവനെ അനുഗമിക്കുകയാ, അവന്റെ പാത പിന്തുടരുകയാ എന്നുള്ള തുറന്ന സാക്ഷ്യം, ഒരു തുറന്ന സാക്ഷ്യം മത്തായിയെ പോലെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ. അവന്റെ ജീവിതത്തിൽ ഒരു വലിയ മാനസാന്തരം, അവന്റെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം അന്ന് രാത്രിയിൽ അവിടെ സംഭവിക്കപ്പെടുകയാണ്. മൂന്നാമത്തെ കാര്യം, അവൻ തന്റെ ജീവിതത്തിന്റെ പഴയ പ്രവൃത്തികളൊക്കെ ഉപേക്ഷിച്ച് യേശുവിനെ താൻ അനുഗമിക്കാൻ പോകുന്നതിനുള്ള തുറന്നുള്ള സാക്ഷ്യം പറയുന്നതോടൊപ്പം ആ വിരുന്നിലൂടെ താൻ കണ്ട യേശുവിനെ മറ്റുള്ളവർക്ക് കൂടെ കാണാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. യേശുവിനെ അനുഗമിക്കാൻ പോകുന്ന, യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ താങ്കളെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, ഒന്നാമതായി നമ്മളെ തന്നെ ത്യജിച്ച് നമ്മൾ അറിഞ്ഞ യേശുവിനെ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് കാണിക്കത്തക്ക നിലവാരത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കേണ്ടത് മറ്റെന്തിനേക്കാളും ആവശ്യമാണെന്ന് ഇന്ന് രാത്രി വിശുദ്ധ വേദപുസ്തകം കരങ്ങളിലെടുത്തുകൊണ്ട് വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു. മറ്റെന്തിനേക്കാളും ഉപരിയായി തന്നെത്താൻ ത്യജിക്കുക എന്ന് പറയുമ്പോ പിന്നീട് നമ്മളെ അല്ല നാം കാണിക്കേണ്ടത്, നമ്മളിൽ വാഴുന്ന, നമ്മൾ അനുഗമിക്കുന്ന ആ യേശുവിനെ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുവാൻ, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ആധികാരികമായി, വളരെ ശക്തമായി ഇന്ന് രാത്രി നമ്മളോട് പറയുക. നമ്മുടെ സംസാരങ്ങൾ കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ കൊടുക്കൽ വാങ്ങൽ കൊണ്ട്, എന്തിനേറെ പറയണം, നമ്മുടെ വസ്ത്രദാനം കൊണ്ടുപോലും നാം യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളുടെ പാരമ്പര്യം, വർഷങ്ങളുടെ പഴക്കവും മാസങ്ങളുടെ പഴക്കവും ഒക്കെ പറയാൻ കഴിയേക്കാം. പക്ഷെ ഇന്ന് രാത്രി ആത്മാർത്ഥമായി ചോദിക്കട്ടെ, നിന്റെ ജീവിതം കണ്ടിട്ട്, നിന്റെ സംസാരം കേട്ടിട്ട്, നിന്റെ പോക്കുവരവ് കണ്ടിട്ട്, നിന്റെ ഇടപെടലുകൾ കണ്ടിട്ട് നീ ഒരു ദൈവത്തിന്റെ പൈതലാണെന്ന് മറ്റുള്ളവർ ചോദിക്കത്തക്ക നിലവാരത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു സ്വയം പരിശോധന ചെയ്യണം. അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഐഡന്റിഫിക്കേഷനിൽ നിന്നെ തിരിച്ചറിയാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗ്യവാനാണ്, സന്തോഷവാനാണ്. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ സംസാരങ്ങൾ കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നാം യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക നമ്മുടെ ജീവിതം കൊണ്ട് സാധ്യമായി തീരട്ടെ. അതാണ് അനുഗമിക്കാൻ പോകേണ്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് വരേണ്ട മാറ്റങ്ങൾ.
യേശു കർത്താവ് നമുക്ക് കാണിച്ച നല്ല മാതൃകയെ പിന്തുടർന്നുകൊണ്ട് അവനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കുക നമുക്ക് സാധ്യമായി തീരുള്ള. അങ്ങനെ സാധ്യമായി തീരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ സാധ്യമായി തീരുമെന്ന് തന്നെ പറയാൻ കഴിയും. കാരണം വചനം പറയുന്നു, പാപം ഒഴികെ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ. നമുക്ക് ഏതൊക്കെ പരിശോധനകളാണോ മെഹറുടെ ജീവിതത്തിൽ വരുന്നത്, ആ പരിശോധനയൊക്കെയും യേശു കർത്താവും ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഹല്ലേലൂയ താൻ അനുഭവിച്ചിട്ടുണ്ട്, താൻ പരീക്ഷയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ പരീക്ഷയിലൊക്കെ യേശു കർത്താവ് ജയിച്ചു. അല്ലെ ആ ജയിച്ചവനെയാണ് നാം അനുഗമിക്കുന്നത്. അതുകൊണ്ട് അല്ലെ ആ ജയം വരിക്കുക ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ കൈമാറും. അപ്പോ അനുഗമിക്കുവാൻ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകട്ടെ. രണ്ട്, അവ സകലത്തിനെ വിടുവാനുള്ള, സകലത്തെ വിട്ട് അനുഗമിക്കുവാനുള്ള ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. ആ രണ്ട് മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ, ആ രണ്ട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിനെ പ്രദർശിപ്പിക്കുന്ന നിലവാരത്തിൽ, യേശുവിനെ മറ്റുള്ള മുമ്പിൽ കാണിക്കത്തക്ക നിലവാരത്തിൽ നമ്മുടെ ജീവിതത്തെ ദൈവം തന്നെ മാറ്റുവാനിടയാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ വചനത്തിന് മുമ്പാകെ ഒന്ന് സമർപ്പിക്കപ്പെടുവാൻ കഴിയുമോ? ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ തന്നെത്താൻ ത്യജിക്കണം. നമ്മുടെ സംസാരം എങ്ങനെയുള്ളതായിരിക്കണം? നമ്മുടെ ചിന്തകൾ എങ്ങനെയുള്ളതായിരിക്കണം? ഹല്ലേലൂയ. മനുഷ്യന്റെ അകത്തേക്ക് പോകുന്നതല്ല അവനെ അശുദ്ധനാക്കുന്നത്, അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാ. റോമാലേഖനം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളാക്കി പിശാച് സമർപ്പിക്കരുത്, പിന്നെയോ നീതിയുടെ ആയുധങ്ങളാക്കി ദൈവത്തിൽ സമർപ്പിക്കും. നമ്മുടെ കണ്ണ്, നമ്മുടെ കാലുകള്, നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ, ദേഹി ആത്മാവിനെ പൂർണ്ണമായ ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി അവന്റെ കയ്യിലെ ഇണങ്ങിയ ആയുധമാക്കി നമ്മളെ ഉപയോഗിക്കത്തക്ക നിലവാരത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു നല്ല അനുഭവം ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോകട്ടെ. മൂന്നാമതായിട്ട് അവിടുത്തെ വായിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്ന മൂന്നാമത്തെ കണ്ടീഷൻ, തന്നെ അനുഗമിക്കാൻ വേണ്ട മൂന്നാമത്തെ കണ്ടീഷൻ, തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ വൈഷമ്യമേറുന്ന അവസ്ഥകളെയും ഒഴിഞ്ഞു മാറുന്നതല്ല, അവയെ ധരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ്. അപ്പോ ഇവിടെ ക്രൂശ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വൈഷമ്യമേറുന്ന അവസ്ഥകൾ, ഹല്ലേലൂയ, യേശു കർത്താവിനെ അനുഗമിക്കാൻ കഴിയാതെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങൾ, അവസ്ഥകൾ, ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ, ജീവിതത്തിൽ വരുന്ന പരിശോധനകൾ, ജീവിതത്തിൽ വരുന്ന പ്രലോഭനങ്ങൾ, അല്ലെങ്കിൽ പ്രതിസന്ധികൾ, ഇവയിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവുകയല്ല, അതിനെ സധൈര്യം നേരിട്ടുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ ജീവിതം മാറണം. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇത് മാറിയിട്ട് ജീവിതത്തിന്റെ കഷ്ടതകൾ, കടഭാരങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ മാറിയിട്ട് യേശു കർത്താവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായ കാര്യമാണ്. അതൊക്കെ നിലനിൽക്കുമ്പോഴും യേശുവിനെ അനുഗമിക്കാൻ നിനക്ക് കഴിയുന്നെങ്കിൽ ആ പ്രതിസന്ധികൾക്ക് നിന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. അതിന്മേൽ നീ ജയമെടുക്കും. യേശു കർത്താവിനെ അനുഗമിക്കേണ്ടത് വേണ്ടിട്ട് ഈ ഭൂമിയിൽ അപ്പനെയോ അമ്മയോ മറ്റേതിനൊക്കെയോ ഉപേക്ഷിക്കുന്നവന് അതൊന്നും നഷ്ടമാകില്ല എന്ന് അവ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവയെ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 26-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവ എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ലൂക്കോസിന്റെ 14:33 ഇങ്ങനെ പറയുന്നു, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ അവകളോട് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഒന്നും കൂടി ആധികാരികമായി മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിന് 37 മുതൽ 38 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം മകനെയോ മക്കളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവരും എനിക്ക് യോഗ്യനല്ല.
ഇവിടെ ഈ പദം യേശു കർത്താവ് പറയുമ്പോൾ നാളെ മുതൽ അപ്പനെയും അമ്മയും മക്കളെയും ഭാര്യയൊക്കെ ഉപേക്ഷിച്ച് പോയി യേശുവിനെ അനുഗമിക്കണം എന്നുള്ളതല്ല. യേശുവിനേക്കാൾ അനുഗമിക്കുന്ന യേശുവിനേക്കാൾ മറ്റൊന്നിനും ദൈവം പ്രാധാന്യം കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം, അവനെ അനുഗമിക്കുന്ന നമ്മൾ ഓരോരുത്തരും, ഞാനും നീയും അവന് കൊടുക്കേണ്ട പ്രാധാന്യം, അതിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മറ്റുള്ളതിലേക്ക് നമ്മുടെ ചിന്തയും സംസാരങ്ങളും പ്രവൃത്തികൾ പോകുമ്പോൾ അവൻ പറയുകയാണ്, അങ്ങനെയുള്ളവർ എന്റെ ശിഷ്യനായിരിക്കാൻ, എന്നെ അനുഗമിപ്പാൻ അവൻ യോഗ്യനല്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തെക്കാൾ അധികമായി നമ്മൾ മറ്റെന്തെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ദൈവത്തെക്കാൾ അധികമായി മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? മറ്റേതെങ്കിലും ഇഷ്ടങ്ങൾക്ക്, നമ്മുടെ ഹൃദയത്തിനകത്തെ ചിന്തകൾക്ക്, ഹൃദയത്തിനകത്തെ വിചാരങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ വചനം പറയുന്നു, നാം അവനെ അനുഗമിപ്പാൻ യോഗ്യനല്ല, അവനെ ശിഷ്യനായിരിക്കാൻ നാം യോഗ്യനല്ല എന്ന് വചനം നമ്മുടെ മുമ്പിൽ എടുത്തു കാട്ടുകയാണ്. ഇന്ന് രാത്രി അവനെ അനുഗമിക്കണമെങ്കിൽ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും അധികമായി യേശുവിനെ സ്നേഹിക്കുന്നവനായി നാം മാറണം. യേശുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഐ ലവ് യു ജീസസ്, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ല. യോഹന്നാൻ പറയുന്നുണ്ട്, അവന്റെ വചനത്തെ അനുസരിക്കുന്നതല്ലേ അവനോടുള്ള സ്നേഹം. യേശു കർത്താവ് എന്താണോ പറഞ്ഞത്, വചനം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോ ഞാൻ തെറ്റ് ചെയ്തു പോയാൽ, ഞാൻ പാപം ചെയ്തു പോയാൽ അവൻ എന്നെ നരകത്തിലേക്ക് ഇടും, അവൻ എന്നെ അവൻ ശിക്ഷിക്കും എന്നുള്ള പേടി നിമിത്തമുള്ള അനുസരണമല്ല, പേടി നിമിത്തമുള്ള സ്നേഹമല്ല ഉളവാകേണ്ടത്. മറിച്ച് കാവൽ ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവസാന തുള്ളി രക്തം വരെയും അവൻ നമുക്ക് വേണ്ടി ഊറ്റി തന്നില്ലേ? നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി അവൻ യാഗമായി തീർന്നല്ലേ? അത് ഓർക്കുമ്പോൾ അതിനെ ധ്യാനിച്ചുകൊണ്ട് അവനെ സേവിക്കേണ്ടത്, അവനെ ആരാധിക്കേണ്ടത്, അവൻ പറയുന്നത് അനുസരിക്കേണ്ടത്, അവനെ യഥാർത്ഥമായി അനുഗമിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ സ്നേഹിക്കുകയും അവന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും അവനെ അനുഗമിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം അത് വെളിപ്പെട്ടു വരുന്നത്. ഇന്ന് രാത്രി ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. അവന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അവന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം, ഒരു ആത്മീയ ജീവിതത്തിന്റെ മണ്ഡലം നമ്മുടെ ഉള്ളിൽ ഉരുവാകട്ടെ. ഇന്ന് രാത്രി യേശുവിനെ അനുഗമിക്കുന്ന ആഗ്രഹിക്കുന്ന വ്യക്തിത്വമേ, അല്ലെ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ. അല്ലെ നിന്റെ ജീവിതത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതിനെ ഈ ലോകത്തിലെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനേക്കാൾ അധികമായി നിന്റെ ഹൃദയത്തെ അതിലേക്ക് കണ്ണുകൾ കൊണ്ട് കാണുന്നതിലേക്ക് നിന്റെ ഹൃദയത്തെ, നിന്റെ ചിന്തകളെയും വലിച്ചഴിച്ചു കൊണ്ടുപോകുമ്പോ അതിനകത്തുനിന്ന് വ്യതിചലിച്ച് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക, സ്വന്തം ജീവിതത്തെ, നിന്റെ ഇഷ്ടത്തെ ത്യജിക്കുന്ന ഒരു വ്യക്തിയായി താങ്കൾ മാറട്ടെ. മറ്റേതിനേക്കാളും ഉപരിയായി ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറട്ടെ. അങ്ങനെ നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയായി തീരുമെന്ന് ഇന്ന് രാത്രി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് കൈമാറുകയാണ്. ഇന്ന് രാത്രി അവനെ അനുഗമിക്കുന്ന, അവനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിത്വമായി തീരട്ടെ. അവനെ അനുഗമിക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പറയപ്പെടട്ടെ, അവനെ അനുഗമിക്കുമ്പോൾ ഒന്ന് നീ അറിയണം, നീ പരാജയപ്പെട്ടവനെ അല്ല അനുഗമിക്കുന്നത്, അവൻ തോറ്റുപോയവനെ അല്ല നീ അനുഗമിക്കുന്നത്. ഈ ലോകത്തിന് സകല മഹാത്മാരെ പോലെ അവൻ മരിച്ച മൺമറഞ്ഞു പോയ ഒരുവനെ അല്ല നീ അനുഗമിക്കുന്നത്. അവൻ കാൽവരി ക്രൂശിൽ ശത്രുവിനെ തലയെ തകർത്തുകൊണ്ട് മരണവേദന ജയമെവിടെ ചോദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്ന ജീവിക്കുന്നവരെയാണ് നീ അനുഗമിക്കുന്നത്. സത്യം നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇന്ന് അതുകൊണ്ട് അവനെ അനുഗമിക്കുമ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല, നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. പരാജയപ്പെട്ടവനെ അല്ല നീ അനുഗമിക്കുന്നത്. പ്രകൃതിയുടെ ഏതെങ്കിലും ശക്തിക്ക്
അധീനനായി പോയവനെ അല്ല, അതിന്മേൽ അധികാരമുള്ളവനെയാണ് നീ അനുഗമിക്കുന്നത്. രോഗത്തിന് അടിയപ്പെട്ടു പോയവനെ അല്ല നീ അനുഗമിക്കുന്നത്, രോഗത്തിന് സൗഖ്യം നൽകുവാൻ കഴിയുന്നവനെയാണ് നീ അനുഗമിക്കുന്നത്. ഹല്ലേലൂയ. പിശാചി തന്ത്രത്തിന് അടിയപ്പെട്ടു പോയവനെ അല്ല നീ ആരാധിക്കുന്നത്, നീ സേവിക്കുന്നത്, നീ അനുഗമിക്കുന്നത്. അവരെ തലയെ തകർത്തവരെയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുക. ഹല്ലേലൂയ. അവനെ അനുഗമിക്കുമ്പോ അങ്ങനെയുള്ള മാനുഷിക ഭയങ്ങൾ ഇന്ന് രാത്രി പുറത്തു പോകട്ടെ. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞവരെയാണ് നീ അനുഗമിക്കേണ്ടത്. നിനക്ക് വേണ്ടി മാറാത്ത വാഗ്ദത്തങ്ങളെ തന്നവരെയാണ് നീ ആരാധിക്കുന്നത്. നിന്റെയൊക്കെ എല്ലാം ഉള്ളപ്പോഴും, നിനക്ക് ഹല്ലേലൂയ ആരുമില്ലാത്തപ്പോഴും നിന്നെ കാണുന്നവരെയാണ് നീ അനുഗമിക്കുന്നത്. നീ കാണുന്നവരെയാണ്, നിന്നെ അറിയുന്നവരെയാണ് നീ സേവിക്കുന്നത്. ഇന്ന് രാത്രിക്കാലം അതിന്റെ ധൈര്യം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ വചനത്തിന് കൂടെ ദൈവത്തിന് ഞാൻ കൈമാറുകയാ. നിന്നെ അനുഗമിക്കുന്ന വ്യക്തി മരണം കൊണ്ടും നിന്നെ ഹല്ലേലൂയ കൈവിടുന്ന ദൈവമല്ല. മരണത്തിന്റെ അപ്പുറത്തും നിനക്ക് വേണ്ടി നിത്യമായ ഒരു ഭവനം ഒരുക്കി വെച്ചവനെയാണ്. അതുകൊണ്ട് ഈ ഭൂമി മറ്റെന്ത് നഷ്ടം വന്നാലും നിരാശപ്പെടേണ്ട കാര്യമില്ല, ഭാരപ്പെടേണ്ട കാര്യമില്ല. നിന്നെ ഹല്ലേലൂയ നീ അനുഗമിക്കുന്ന ഹല്ലേലൂയ ഈ ക്രിസ്തു നിനക്ക് വേണ്ടി സകലതും കരുതി വെച്ചിട്ടുണ്ട്. ഒരു വലിയ നിത്യത നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മുടെ മുമ്പിലുള്ള സമയം വളരെ ചുരുക്കമേ ഉള്ളൂ. ഹല്ലേലൂയ. എപ്പോ കർത്താവിന്റെ വരവ് സംഭവിക്കുന്ന അറിയത്തില്ല. ആ ചുരുങ്ങിയ സമയം കൊണ്ട് അവനെ അനുഗമിക്കുന്ന ഒരു നല്ല മനുഷ്യനായി, ഒരു നല്ല വ്യക്തിയായി ഇന്ന് രാത്രി ഈ ചിന്ത നിങ്ങൾക്ക് കാരണമായി തീരട്ടെ, അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക സന്ദേശം കർത്താവിന് തന്നല്ലോ. ഹല്ലേലൂയ. ഒരു മാനസാന്തരം, ഹല്ലേലൂയ, ഞങ്ങളെ ത്യജിക്കാനുള്ള, ഞങ്ങളുടെ ഇഷ്ടത്തെ ഹല്ലേലൂയ ഹല്ലേലൂയ ഇല്ലാതാക്കാനുള്ള ഒരു ദൈവശക്തി കർത്താവ് ഞങ്ങളുടെ മേൽ കൈമാറണമേ എന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. വിശേഷം ഇന്ന് രാത്രി കർത്താവ് ഈ ലൈവ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അതിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച കർത്താവ് നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ. അങ്ങേ കർത്താവ് യഥാർത്ഥമായി അനുഗമിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറട്ടെ. കർത്താവ് ദൈവത്തിന്റെ സ്നേഹം അങ്ങയുടെ ഹിതം ചുമന്നുകൊണ്ട് ഹല്ലേലൂയ ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറട്ടെ. കർത്താവ് പിതാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, പിതാവിന്റെ ഹിതത്തിനനുസരിച്ച് ഹല്ലേലൂയ ഈ ഭൂമിയിൽ ജീവിച്ച പുത്രൻ ഞങ്ങൾക്ക് നല്ല മാതൃക കാണിച്ചുകൊണ്ടുള്ള കർത്താവ്, ആ മാതൃക പിൻപറ്റിക്കൊണ്ട് പിതാവ് അങ്ങയുടെ ഹിതം എന്താണോ ആ ഹിതത്തിനനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട ദൈവശക്തിയും ദൈവകൃപയും രാത്രി നാഥ ഞങ്ങളുടെ മേൽ കൈമാറണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ സമയം മുഴുവൻ മഹത്വം പിതാവ് അങ്ങേക്ക് സമർപ്പിക്കട്ടെ. ഈ പ്രവൃത്തി വെളിപ്പെടണം, ദൈവ സാന്നിധ്യം വെളിപ്പെടണമേ. ഈ ലൈവ് കണ്ട ഏവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ കൂടി പ്രാർത്ഥിക്കുന്നു. മുഴുവൻ മഹത്വം പിതാവ് അങ്ങേക്ക് സമർപ്പിക്കുന്നു. നാഥൻ പ്രാർത്ഥന കേട്ടിരിക്കുക. ശുക്രം യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. യേശുവിനെ അനുഗമിക്കുക, യേശുവിനെ അനുഗമിക്കുക, അവന്റെ ഉത്തമ സാക്ഷിയായി ജീവിക്കുക. രാത്രി ഈ വചനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ എന്നെ ലൈവ് ശ്രമിച്ചുകൊണ്ടിരുന്ന ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അവസരം തന്ന ഈ ഗ്രൂപ്പിലെ ഹല്ലേലൂയ അഡ്മിൻസും മറ്റു മെമ്പേഴ്സും എല്ലാവരിലുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.